السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين. أما بعد. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങളെ, തെറ്റുകൂടാതെ നിസ്കരിക്കാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന രണ്ടാമത്തെ ക്ലാസ്സാണ്. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നിസ്കാരത്തിൻ്റെ തുടക്കത്തിലെ ബാങ്ക് മുതൽ അതിൻ്റെ ശേഷമുള്ള ദുആയും അതുപോലെ തന്നെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു അതിൻ്റെ ഒന്നാമത്തെ ഫർളാകുന്ന നിയ്യത്തിനെ കുറിച്ചാണ് നാം സംസാരിച്ചത്. നിയ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ നിയ്യത്ത് ഫർള് നിസ്കാരത്തിനുള്ള നിയ്യത്ത്, അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരത്തിനുള്ള നിയ്യത്ത് എന്നിങ്ങനെ രണ്ട് നിലക്ക് നാം വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ നിയ്യത്തിൻ്റെ പൂർണ്ണമായ രൂപം പറയുകയാണെങ്കിൽ, ഉദാഹരണം ളുഹ്ർ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് നമുക്ക് വിശദീകരിക്കാം. എങ്ങനെയാണ് ളുഹ്ർ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് പൂർണ്ണമായ രൂപം? ഉസല്ലി ഫർള സ്വലാത്തിൽ ളുഹ്ർ അർബഅ റക്അഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. ഫർള് നിസ്കാരത്തിൻ്റെ നിയ്യത്തിൽ നിർബന്ധമായ 3 കാര്യവും സുന്നത്ത് നിസ്കാരത്തിൻ്റെ നിയ്യത്തിൽ നിർബന്ധമായ 2 കാര്യവും നാം വിശദീകരിച്ചു. അപ്പോൾ ആ പറഞ്ഞ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരത്തിലുള്ള നിയ്യത്തിലെ 2 കാര്യങ്ങൾ, അത് നിയ്യത്ത് വെക്കാതെ ഒരിക്കലും നിസ്കാരം സഹിഹാവുകയില്ല. എന്നാൽ ആ നിയ്യത്തിൽ നിർബന്ധമായതും സുന്നത്തുമായ എല്ലാ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നിയ്യത്താണ് ഈ പറഞ്ഞത്. അതായത് ഉസല്ലി ഫർള സ്വലാത്തിൽ ളുഹ്ർ അർബഅ റക്അഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഉസല്ലി ഫർള സ്വലാത്തിൽ ളുഹ്ർ, ളുഹ്ർ എന്ന ഫർള് നിസ്കാരം 4 റക്അഅത്തായി, അർബഅ റക്അഅത്തിൻ 4 റക്അഅത്തായി, മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി ഖിബ്ലയിലേക്ക് മുന്നിട്ടും കൊണ്ട്, ഖിബ്ലയിലേക്ക് മുന്നിട്ടവനായി, അദാഅൻ അദാ ആയും കൊണ്ട്, ലില്ലാഹി തആല അല്ലാഹു തആലാക്ക് ഞാൻ നിസ്കരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ളുഹ്ർ എന്ന ഫർള് നിസ്കാരം 4 റക്അഅത്തായി അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ഇത് ളുഹ്ർ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ നിയ്യത്തിൻ്റെ ഒരു രൂപമാണ്. ഇതേപോലെയാണ് അസ്ർ നിസ്കാരം, അതുപോലെ തന്നെ ഇശാ നിസ്കാരം, 4 റക്അഅത്തുള്ള നിസ്കാരങ്ങൾ. എന്നാൽ മഗ്രിബ് നിസ്കാരത്തിൻ്റെ നിയ്യത്താണെങ്കിലോ ഉസല്ലി ഫർള സ്വലാത്തിൽ മഗ്രിബ് 3 റക്അഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാൻ ലില്ലാഹി തആല. ഇവിടെ ചെറിയ ഒരു മാറ്റമാണ്. അതായത് റക്അഅത്തിൻ്റെ എണ്ണം പറയുന്നവിടെ 3 റക്അഅത്തിൻ എന്നാക്കുക, മഗ്രിബ് നിസ്കാരം 3 റക്അഅത്തായതുകൊണ്ട്. അതുപോലെ സുബ്ഹി നിസ്കാരത്തിൻ്റെ നിയ്യത്ത് ഉസല്ലി ഫർള സ്വലാത്തി സുബ്ഹ് റക്അഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. ഇവിടെയും അങ്ങനെ തന്നെ റക്അഅത്തിൻ്റെ എണ്ണം പറയുന്നവിടെ റക്അഅത്തൈനി എന്നാക്കിയാൽ മതി. ബാക്കിയെല്ലാം ഒരേ നിയ്യത്താണ്. എല്ലാ നിസ്കാരത്തിൻ്റെ നിയ്യത്തും ഒരുപോലെയാണ്. അപ്പോൾ ഇത് നിയ്യത്തിൻ്റെ പൂർണ്ണമായ രൂപമാണ് പറഞ്ഞത്, സുന്നത്തുകളെല്ലാം ഉൾപ്പെടുത്തിയും കൊണ്ടുള്ള നിയ്യത്ത്. ഇനി നമ്മളിവിടെ നിയ്യത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, നിയ്യത്ത് എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ അറബിയിൽ തന്നെ ആകണമെന്നില്ല. കാരണം നമ്മളിൽ പലരും ചിലപ്പോൾ അറബി അറിയാത്തവരായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാത്തവരായിരിക്കാം. അവർക്കൊക്കെ അറബിയിൽ തന്നെ നിയ്യത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ പ്രയാസമാകും. അതുകൊണ്ട് നിയ്യത്ത് എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് അറബിയിൽ തന്നെ പറയണമെന്നില്ല, അല്ലെങ്കിൽ അറബിയിൽ തന്നെ വെക്കണമെന്നില്ല. ഞാൻ പറഞ്ഞ നിയ്യത്തിൻ്റെ ആ രൂപം, മലയാളത്തിലുള്ള രൂപം നമ്മുടെ മനസ്സിൽ നാം കരുതിയാൽ മതി. അല്ലെങ്കിൽ നിർബന്ധമായും നാം വെക്കേണ്ട നിയ്യത്ത്, അതായത് ളുഹ്ർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ അസ്ർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു, ഇങ്ങനെയുള്ള ആ ഫർള് നിസ്കാരത്തിലെ നിയ്യത്തിൽ നിർബന്ധമായ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ മതി.
എന്നാൽ നീയത്ത് പൂർണ്ണമായി. ഇതാണ് നീയത്തുമായി നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദീകരിക്കാൻ പറ്റാത്ത ഒരവസരമായതുകൊണ്ട് ചുരുങ്ങിയ നിലക്ക് അത്യാവശ്യം മാത്രം വിശദീകരിച്ചു പോവുകയാണ്. അപ്പോൾ നാം നിയ്യത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഇടയിൽ ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ പറയുന്ന ക്ലാസ്സുകളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ച് പിന്നെ സംശയങ്ങൾ തീർക്കേണ്ടതുണ്ട്. കാരണം കൂടുതലായി വിശദമായി പറയാൻ ഈ ചെറിയ ക്ലാസ്സിൽ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് തീർച്ചയായും ചോദിച്ച് കമൻറ്റിലൂടെയോ മറ്റോ ചോദിച്ച് അത് പരിഹരിക്കേണ്ടതാണ് എന്ന് വിനീതമായി നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ഫർള് നിയ്യത്താണ്, അത് നാം പറഞ്ഞു. ഇനി രണ്ടാമത്തെ വിഷയം, രണ്ടാമത്തെ ഫർള് എന്നുള്ളത് തക്ബീറത്തുൽ ഇഹ്റാം എന്നുള്ളതാണ്. നിസ്കാരത്തിലെ 14 ഫർളുകളിൽ രണ്ടാമത്തെ ഫർള് തക്ബീറത്തുൽ ഇഹ്റാം എന്നുള്ളതാണ്. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലെ നിർബന്ധമായ ഒരേ ഒരു തക്ബീർ ഉണ്ടെങ്കിൽ അത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. നിസ്കാരത്തിൽ ഒരുപാട് തക്ബീറുകൾ നാം ചൊല്ലുന്നുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ ഒരുപാട് പ്രാവശ്യങ്ങൾ പല സമയങ്ങളിൽ പറയാറുണ്ട്. റുക്കുയിലേക്ക് പോകുമ്പോഴും അതുപോലെ സുജൂദിലേക്ക് പോകുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇങ്ങനെ പലപ്പോഴും തക്ബീർ ചൊല്ലാറുണ്ടെങ്കിലും നിർബന്ധമായി ചൊല്ലേണ്ട ഒരേ ഒരു തക്ബീറാണ് തക്ബീറത്തുൽ ഇഹ്റാം. അതേതാണ്? ആദ്യമായി നിയ്യത്ത് വെച്ചും കൊണ്ട് നാം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലുന്ന തക്ബീർ. ആ തക്ബീറിൻ്റെ പേരാണ് തക്ബീറത്തുൽ ഇഹ്റാം. അത് ഫർളാണ്. 14 ഫർളുകളിൽ രണ്ടാമത്തെ ഫർളാണ്. അത് ഒഴിവാക്കിയാൽ നിസ്കാരം സഹിഹാവുകയില്ല. അതേ സമയത്ത് ബാക്കിയുള്ള ഏത് തക്ബീർ ഒഴിവാക്കിയാലും നിസ്കാരത്തിന് യാതൊരു കുഴപ്പവുമില്ല, അത് സുന്നത്തുകളാണ്. എന്നാൽ ഇത് നിർബന്ധമായ ഫർളായ തക്ബീറത്തുൽ ഇഹ്റാമാണ്. അത് നിർബന്ധമായി ചൊല്ലണം. അപ്പോൾ നിയ്യത്ത് വെച്ച്, ഈ പറഞ്ഞ നിയ്യത്ത് വെച്ചും കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ തക്ബീർ, ഇതാണ് തക്ബീറത്തുൽ ഇഹ്റാം. ഇത് രണ്ടാമത്തെ ഫർളാണ്. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് തന്നെ കൃത്യമായി ശരിക്കും ഉച്ചരിക്കണം. അതുപോലെ ഈ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ വിഷയത്തിൽ പറയുകയാണെങ്കിൽ, നാം നേരത്തെ പറഞ്ഞ നിയ്യത്തുണ്ടല്ലോ, നിസ്കാരത്തിൻ്റെ ആ നിയ്യത്ത് ഈ തക്ബീറത്തുൽ ഇഹ്റാമുമായി അന്വയിപ്പിക്കണം. അത് നിർബന്ധമാണ്. വാജിബാത്തുഹു അൻ തഖ്റിന ബിഹിൻ നിയ്യ. ഈ തക്ബീറത്തുൽ ഇഹ്റാമിനോട് നേരത്തെ പറഞ്ഞതായിരിക്കുന്ന നിയ്യത്ത് അന്വയിപ്പിക്കണം. തക്ബീറത്തുൽ ഇഹ്റാമിനോട് നിയ്യത്ത് അന്വയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പലർക്കും അത് ഒരു സംശയമാണ്, അല്ലെങ്കിൽ വ്യക്തമായി അത് മനസ്സിലാക്കാൻ പറ്റാത്ത പലരുമുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഈ തക്ബീറത്തുൽ ഇഹ്റാമുമായി നിയ്യത്ത് അന്വയിപ്പിക്കുക എന്ന് പറഞ്ഞത്? നേരത്തെ പറഞ്ഞ ആ നിയ്യത്തിൻ്റെ ആ രൂപം അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഈ തക്ബീറിലെ അലിഫ് മുതൽ അക്ബർ എന്നതിൻ്റെ റാഇൻ്റെ ഇടയിലായും കൊണ്ട്, ഈ അലിഫ് പറഞ്ഞ് അക്ബറിൻ്റെ റാ പറയുന്നതിൻ്റെ ഇടയിലായും കൊണ്ട് ഈ പറഞ്ഞ നിയ്യത്ത് നമ്മുടെ മനസ്സിൽ ഹാജരാക്കുക. ഇതാണ് തക്ബീറത്തുൽ ഇഹ്റാമുമായി നിയ്യത്തിനെ അന്വയിപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ചുരുങ്ങിയത് നേരത്തെ പറഞ്ഞ സുന്നത്തുകളെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള ആ നിയ്യത്ത് പൂർണ്ണമായും ഈ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഉള്ളിലായി നമുക്ക് മനസ്സിൽ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിലും ആ നിയ്യത്തിൽ ഫർളായ നിർബന്ധമായും കൊണ്ട് നാം പിന്നെ നിയ്യത്ത് വെക്കേണ്ട 3 കാര്യങ്ങൾ പറഞ്ഞുവല്ലോ. അതായത് ഞാൻ നിസ്കരിക്കുന്നു, ഇന്ന നിസ്കാരം ഫർള് എന്ന ആ കാര്യം, ആ 3 വിഷയമെങ്കിലും ഈ നിയ്യത്തിൻ്റെ ഉള്ളിൽ, ഈ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഉള്ളിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അവസാനിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്കായും കൊണ്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരൽ നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ തക്ബീറത്തുൽ ഇഹ്റാം അതുപോലെ നിയ്യത്ത് കൃത്യമാവുകയുള്ളൂ, ശരിയാവുകയുള്ളൂ. അതുകൊണ്ട് ഈ കാര്യം നമ്മളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ നാം നിയ്യത്ത് വെച്ചു, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടി. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ പ്രത്യേകം സുന്നത്താണ് നമ്മുടെ 2 മുൻകൈകൾ ഇതുപോലെ ചുമലിന് നേരെ ഉയർത്തിക്കൊണ്ട് പിന്നെ പൊക്കിളിൻ്റെ മുകളിലും നെഞ്ഞിൻ്റെ താഴെയായും കൊണ്ട് വെക്കൽ അല്ലെങ്കിൽ കൈകെട്ടൽ പ്രത്യേകം സുന്നത്താണ്. പൊക്കിലിൻ്റെ മുകളിലും നെഞ്ഞിൻ്റെ താഴെയും പൊക്കിലിൻ്റെ മുകളിലായും കൊണ്ട് നമ്മുടെ ഈ 2 കൈ, അതായത് വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയിൻ്റെ മണികണ്ഠം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ മണികണ്ഠം വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. വലത്തെ കൈയിൻ്റെ മുൻകൈ കൊണ്ട് ഇടത്തെ കൈയിൻ്റെ മണികണ്ഠം പിടിച്ച് ഇങ്ങനെ കെട്ടി പൊക്കിളിൻ്റെ മുകളിലും നെഞ്ഞിൻ്റെ താഴെയായി വെക്കൽ പ്രത്യേകം സുന്നത്താണ്.
അതൊരു നിസ്കാരത്തിൻ്റെ രൂപം വരണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം നിയ്യത്ത് വെച്ചു, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈ കെട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി നാം ആദ്യമായി ചെയ്യേണ്ട കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. മാത്രമല്ല ചില മദ്ഹബുകളിൽ അത് നിർബന്ധമാണ് എന്ന് പോലും പറയപ്പെട്ടിട്ടുണ്ട്. അതായത് കൈ കെട്ടിയതിന് ശേഷം തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ദുആഉൽ ഇഫ്തിതാഹ് നാം ഓതണം. അതായത് നമ്മുടെ ഭാഷയിൽ നാം പറയുന്നതിന് വജ്ജഹത്ത് ഓതണം. വജ്ജഹത്ത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. നമ്മുടെ മദ്ഹബിൽ അത് സുന്നത്താണെങ്കിലും മറ്റു മദ്ഹബുകളിൽ ചില മദ്ഹബിൽ അത് നിർബന്ധമാണ് എന്ന് പോലും അഭിപ്രായമുണ്ട്. അതുകൊണ്ട് അത് ഉപേക്ഷിക്കൽ വളരെ കറാഹത്തായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ എങ്ങനെയാണ് വജ്ജഹത്തു? ഇൻഷാ അല്ലാഹ് അതും ഞാൻ കൂടി വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇതാണ് ദുആഉൽ ഇഫ്തിതാഹ് അല്ലെങ്കിൽ വജ്ജഹത്തിൻ്റെ പൂർണ്ണമായ രൂപം. അപ്പോൾ ഇതിൻ്റെ ചെറിയ നിലക്കുള്ള ഒരു അർത്ഥവും കൂടി ഞാൻ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വജ്ജഹതു വജ്ഹിയ, എൻ്റെ ശരീരത്തെ ഞാൻ മുന്നിടിച്ചു. ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ ഒരു പ്ലാനു പോലും ഇല്ലാതെ അല്ലെങ്കിൽ മുൻകൂട്ടി ഒരു പ്ലാൻ തയ്യാറാക്കാതെ ആകാശഭൂമികളെ സൃഷ്ടിച്ചതായ അള്ളാഹുവിന് എൻ്റെ ശരീരം ഞാൻ മുന്നിടിച്ചു. ഹനീഫൻ മുസ്ലിമൻ, സത്യമതത്തിലേക്ക് ഞാൻ തിരിഞ്ഞവനായി, എല്ലാ ബാത്തിലായ മതങ്ങളെയും ഉപേക്ഷിച്ച് മുസ്ലിമായ നിലക്ക് സത്യമതത്തിലെ ഞാൻ സ്വീകരിച്ചവനായ നിലക്ക് ഞാൻ എൻ്റെ ശരീരത്തെ അള്ളാഹുവിലേക്ക് മുന്നിടിച്ചു. എല്ലാ ബാത്തിലായ മതങ്ങളെയും വിട്ട് മുസ്ലിമായ നിലക്ക് ഞാൻ അള്ളാഹുവിലേക്ക് എൻ്റെ ശരീരത്തെ മുന്നിടിച്ചു. വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ സത്യനിഷേധികളിൽ പെട്ടവനല്ല, മുശ്രികീങ്ങളിൽ അല്ലെങ്കിൽ ബഹുദൈവ ആരാധകരിൽ പെട്ടവനല്ല. ഇന്ന സ്വലാത്തി വനുസുകി ഒമഹയായ ഒമമാത്തി, എൻ്റെ നിസ്കാരം അതുപോലെ തന്നെ എൻ്റെ ഹയാത്ത്, എൻ്റെ മൗത്ത്, എൻ്റെ എല്ലാ സൽക്കർമ്മങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. ലാ ശരീക ലഹു, അവനിക്ക് യാതൊരു കൂട്ടുകാരനുമില്ല. വബിദാലിക ഉമിർതു, ഈ പറയപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്നതാണ് ഇതിൻ്റെ ചുരുങ്ങിയ നിലക്കുള്ള അർത്ഥം. ഇൻഷാ അല്ലാഹ് ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒക്കെ അർത്ഥങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ ഓതുമ്പോൾ നമുക്ക് നിസ്കാരത്തിൽ വല്ലാത്ത ഒരു ആഹ്ലാദവും സന്തോഷവും ഒരു ഇഖ്ലാസും വരും. അതുകൊണ്ട് ഈ അർത്ഥം കൂടി നാം പഠിച്ച് അതുപോലെ അത് ചിന്തിച്ച് മനസ്സിലാക്കി വജ്ജഹത്ത് ഓതണം. അപ്പോൾ ഈ വജ്ജഹത്ത് ഓതുന്ന സമയത്ത് ഇവിടെ ചില കാര്യങ്ങൾ പലരും ശ്രദ്ധിക്കാതെ വരുന്ന വലിയ ഒരു തെറ്റ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ആദ്യം പറയുന്ന വമാ അന മിനൽ മുശ്രിക്കീൻ എന്നവിടെ ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ ആ അർത്ഥം വരണമെങ്കിൽ കൃത്യമായി വമാ അന എന്ന് തന്നെ പറയണം. ചില ആളുകൾ ഇവിടെ അറിഞ്ഞോ അറിയാതെയോ വ അന മിനൽ മുശ്രിക്കീൻ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു തആല നമ്മളെ കാക്കുമാറാവട്ടെ. അതുപോലെ അതിൻ്റെ അവസാന ഭാഗത്ത് വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന് പറയുന്ന സ്ഥലത്ത് പലരും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു തെറ്റാണ്. വ അന മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്ന അവിടെ മാ ചേർത്തും കൊണ്ട് വമാ അന മിനൽ മുസ്ലിമീൻ എന്ന് ചിലർ പറയുന്നതായി നമുക്ക് കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായി? ഞാൻ വ അന മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതേസമയത്ത് അവിടെ തെറ്റായും കൊണ്ട് വമാ അന മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ല എന്ന വളരെ മോശമായ അർത്ഥം അവിടെ വന്നു ചേരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വജ്ജഹത്ത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം അറിഞ്ഞും കൊണ്ട് തന്നെ അർത്ഥം മനസ്സിൽ കരുതിയും കൊണ്ട് തന്നെ നിസ്കാരത്തിൽ ഓതിയാൽ നമ്മുടെ നിസ്കാരത്തിന് വലിയ ഒരു റാഹത്ത് നമുക്കുണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചോദിച്ച ചോദ്യം, സുന്നത്തായ നിസ്കാരത്തിൻ്റെ നിയ്യത്തിൽ എന്തെല്ലാം നിർബന്ധമാണ് എന്നതാണ്
ഒന്നാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം നിസ്കാരത്തിൻ്റെ പ്രവൃത്തിയെ കരുതുക, അതായത് ഞാൻ നിസ്കരിക്കുന്നു എന്ന്, അതുപോലെ തന്നെ ഇന്ന നിസ്കാരം എന്നത്, ഇതാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ബാങ്കിൻ്റെ ശേഷമുള്ള ദുആഇന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് എന്നതായിരുന്നു. അതിൻ്റെ ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് എന്നതാണ്. അപ്പോൾ ചില ആളുകൾ മറുപടി അയച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ക്ലാസ്സിലെ ചോദ്യമാണ് ഇനി ചോദിക്കുന്നത്. അതായത് നിസ്കാരത്തിൽ നിർബന്ധമായ തക്ബീർ ഏതാണ്? ഒന്നാമത്തെ ചോദ്യം, നിസ്കാരത്തിലെ നിർബന്ധമായ തക്ബീർ ഏതാണ്? രണ്ടാമത്തെ ചോദ്യം, ളുഹുർ നിസ്കാരത്തിൻ്റെ നിയ്യത്തിൽ ചുരുങ്ങിയ രൂപം, ളുഹുർ നിസ്കാരത്തിൻ്റെ നിയ്യത്തിലെ ചുരുങ്ങിയ രൂപം ഏതാണ്? കൃത്യമായ ഉത്തരം പറയുന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് മുമ്പ് പറഞ്ഞതുപോലെ സമ്മാനം നൽകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും കമൻറ്റിലൂടെ ഉത്തരം അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.